ഹലോ, ടാപ്പി ആൻഡ് ബ്ലൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫ്രോക്കാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രോക്ക് ഫുള്ളായിട്ടായിരിക്കില്ല, 2 പാർട്ടും ആയിരിക്കില്ല, ഒരു 3-4 ചിലപ്പോൾ അതിൽ കൂടുതലോ പാർട്ടായിട്ടായിരിക്കും ഞാൻ ഈ ഫ്രോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രോക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ആ കട്ട് ചെയ്ത് കളയുന്നതിലായിരിക്കും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാര്യങ്ങൾ പറയാം. ആരെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, സ്റ്റിച്ചിങ് നന്നായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്നും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതായത് ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന കുറേ ഡൗട്ടുകൾ. അപ്പോൾ സ്റ്റിച്ചിങ് ഇപ്പോൾ തുടങ്ങുന്ന ആളുകൾക്കും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ സാറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഫ്രോക്ക് ചെയ്യുന്നത്. ഇത് എനിക്കൊരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബേബിക്ക് വേണ്ടിയിട്ടാണ്, 2 ഇയർ ഉള്ള ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. സിമ്പിൾ ഫ്രോക്കായിരിക്കുമേ. അപ്പോൾ അതിൻ്റെ ലൈനിങ് ആയിട്ട് ഈ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു നെറ്റും എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ടിങ് ഒക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് അതിൻ്റെ കണക്ക് കാര്യങ്ങൾ, മെഷർമെൻറ്റ്സ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് നമുക്കൊന്ന് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എളുപ്പമായിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്രോക്ക് എന്ന് പറയുന്നത് 2 ഇയർ ഓൾഡ് ആയിട്ടുള്ള ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 19 കേട്ടോ. ഫുൾ ലെങ്ത് 19. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ നെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് പറന്ന് നിൽക്കും. അതുകൊണ്ട് നമ്മൾ 19 എന്നുള്ളത്, അതായത് ഉടുപ്പിട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊങ്ങിപ്പോവും. അതുകൊണ്ട് 19 എന്നുള്ളത് ഞാൻ 20 ആക്കി എടുക്കുന്നുണ്ട്. ഫുൾ ലെങ്ത് 20. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ സീം അലവൻസ് ആഡ് ചെയ്യുന്നില്ല. കാരണം ഈ ഫ്രോക്ക് നമ്മൾ 2 പാർട്ടായിട്ടാണ് ആദ്യം തയ്ച്ചെടുക്കുക. അതായത് യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടുമായിട്ടാണ് എടുക്കുന്നത്. അതിന് ശേഷം അത് 2 തയ്ച്ചതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 എടുക്കുന്നത്. പക്ഷേ ഈ 9 നമുക്ക് വേണ്ടി വരത്തില്ല. അതിൽ ചെറിയൊരു മാറ്റം വരും. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി നമുക്ക് ചെസ്റ്റ് കൊടുക്കാം. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ 19 എടുത്തിട്ടുള്ളത് കേട്ടോ. ചെസ്റ്റ് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള അളവ് 19. അപ്പോൾ 19ൻ്റെ 4/1 കാണും. 19ൻ്റെ 4/1 കാണുമ്പോൾ നമുക്ക് 4.75, 4.25 വരും. അതായത് നമുക്ക് തുണി മടക്കിയിട്ട് വെട്ടാനുള്ള അളവുകളാണ് ഞാനിവിടെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ 19 4/1 വരുമ്പോഴത്തേക്കും 4.25 വരും. അതിൻ്റെ കൂടെ നമ്മൾ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. ലൂസ് 0.5 ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര വരും? 5.25 വരും. 5.25 വരും. തയ്ച്ച് കഴിയുമ്പോൾ 4/1 5.25 നമുക്ക് കിട്ടണം. അതാണ് ഉദ്ദേശം. അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസും 1 ഇഞ്ച് ആഡ് ചെയ്യും. സീം അലവൻസ് 1 ഇഞ്ച്, കുഞ്ഞു ഉടുപ്പല്ലേ, അപ്പോൾ 1 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തുണി വെട്ടാൻ വേണ്ടി 4-1 പോർഷൻ എത്ര വരണം? 6.25 ആണ് നമുക്ക് വരേണ്ടത്. ഇതാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റുമാണ് നമ്മൾ മെറ്റീരിയലിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞു കുട്ടിയുടെ ഉടുപ്പാണ്. അവിടെ വേസ്റ്റോ മിഡ് വേസ്റ്റോ ബ്രസ്റ്റോ ഒന്നും നമുക്ക് അളവില്ല. വേസ്റ്റ് ഉണ്ട്, വേസ്റ്റ് മാത്രമേ നമുക്ക് അളവുള്ളൂ. അത് ചെസ്റ്റും വേസ്റ്റും മാത്രമേ അളവുള്ളൂ. മിഡ് വേസ്റ്റ് ഇല്ല, ബ്രസ്റ്റ് ഇല്ല, ബ്രസ്റ്റ് പോയിൻറ്റുകൾ അടയാളപ്പെടുത്തുന്നില്ല, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വേസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം 19 തന്നെയാണ് കേട്ടോ. അപ്പോൾ 19 ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ് കേട്ടോ 19. ചിലവർക്കതൊരു 18.5 ആയിരിക്കാം, ചിലവർക്കത് 19.5 ആയിരിക്കാം. നമുക്ക് കിട്ടുന്ന പോലെ കേട്ടോ. ഇത് 19 സെയിം ആണ്. അപ്പോൾ ഇതേ അളവുകൾ തന്നെ നേരെ താഴേക്കും വരും. ഓക്കെ. ആം ഹോൾ എത്രയാണെന്നുള്ളതാണ്. ആം ഹോളും 9 തന്നെയാണ് കേട്ടോ. ആം ഹോളും ഷോൾഡറും സെയിം ആണ്, എങ്കിലും അത് എഴുതാം. ആം ഹോൾ എന്ന് പറഞ്ഞാലും 9 ആണ്. ഓക്കെ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ടുള്ള കണക്കും കാര്യങ്ങളും വരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, അതായത് നെക്ക് എന്ന് പറയുന്നത്. ഫ്രണ്ട് നെക്ക് ഞാൻ ഒരു യു ഷേപ്പിലും അതുപോലെ പീറ്റർ പാൻ കോളറും കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് ഡീപ്പ് വി നെക്കാണ് ചെയ്യുന്നത്. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഷോൾഡറിൽ ഒരു വ്യത്യാസം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറയേണ്ട മെയിനായിട്ടൊരു കാര്യം മറന്നു പോയിട്ടുണ്ട്. യോക്ക് ലെങ്ത് എത്രയാണെന്നുള്ളത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല. യോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 8 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യണം. മേളിലൊരു 1/2 ഇഞ്ച്, താഴെ ഒരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ ടോട്ടൽ നമ്മൾ 9 എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നെക്കിൻ്റെ
യോക്ക് പോർഷനെ കുറിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വേഗം കട്ടിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കിംഗ് എല്ലാം കണ്ടു. അപ്പോൾ ഇനി ഞാൻ ഇത് ലൈനിങ്ങിലേക്കൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ലൈനിങ്ങിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൽ നിന്ന് ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എൽ സ്കെയിൽ ഉപയോഗിച്ച് നിവത്തേന്ന് നമുക്ക് മാർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ യോക്ക് ലെങ്ത് ഞാൻ പറഞ്ഞിരുന്നു. യോക്ക് ലെങ്ത് നമുക്ക് വേണ്ടത് 8 ആണ്. അതിൻ്റെ കൂടെ സീം എലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളത് 9 മാർക്ക് ചെയ്യും. 9 മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇനി മാർക്ക് ചെയ്യാനുള്ളത് ഷോൾഡറാണ്. ഷോൾഡർ ശരിക്കും 9 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ 4.5 മാർക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ 4.5 ഇപ്പോൾ മാർക്ക് ചെയ്യില്ല. 4.5 എന്നാണ് ഇത്രയും വരും. അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. പകരം നമുക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീനക്കാന്ന് ഞാൻ പറഞ്ഞു. ബാക്ക് വീനക്ക് ഏകദേശം ഇത്രയും ഒരു ഡീപ്പായിട്ടായിരിക്കും കൊടുക്കുക. അതായത് വീനക്ക് ഞാനിങ്ങനെ ഇത്രയും ഡീപ്പായിട്ടായിരിക്കും കൊടുക്കുക. അത്രയും ഡീപ്പായിട്ട് കൊടുക്കുമ്പം ഈ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ലൂസായിട്ട് ഷോൾഡർ ഇറങ്ങിപ്പോകും. കാരണം ഇത്രയും വിസ്താരത്തിൽ കിടക്കുമല്ലേ. അപ്പോൾ അത് ഷോൾഡർ ലൂസായിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഷോൾഡറിന് അവിടെ ഒരു പിടുത്തം വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3/4 ഇഞ്ച് കുറച്ചിട്ടായിരിക്കും ഷോൾഡർ അടയാളപ്പെടുത്തുക. അതായത് 4.5 ആണെങ്കിൽ നമ്മളൊരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു 3.25 നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതിയാവും. പിന്നെ ആം ഹോൾ ഷോൾഡർ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത ഷോൾഡർ എത്രയാണോ അത്ര തന്നെ നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ 3.25 അടയാളപ്പെടുത്തിയിട്ടുള്ള അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആം ഹോൾ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആം ഹോൾ എന്ന് വെച്ചാൽ 4 ഷോൾഡർ എന്ന് വെച്ചാൽ 4.5 ആണല്ലോ. ആ 4.5 തന്നെ വേണം നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ മേളിൽ 3/4 ഇഞ്ച് കുറച്ച് പോലെ താഴേക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 4 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുന്നു. അവിടെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ്. ഈ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ചെസ്റ്റ് ലൈനായിട്ട് എടുക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കും. അതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് ഓൾറെഡി എത്രയാണ് വേണ്ടതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെസ്റ്റ് 19 ആണ്. അതിൻ്റെ 4 കാണും. അപ്പോൾ 4.25 വരും. അതിന് വേണ്ടി നമ്മൾ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുമ്പം 5.25 വരും. അപ്പോൾ നമ്മൾ 5.25 പിന്നെ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത്രയാണ്. ഇത് തന്നെയാണ് നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നതും. അപ്പോൾ വേസ്റ്റ് നമ്മൾ അത്ര തന്നെ അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈനുകളെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആം ഹോൾ നമുക്ക് വരച്ചു കൊടുക്കാം. ആം ഹോൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു മിഡ് പോയിന്റിൽ ഇത് ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ വെച്ചിട്ട് ഈ ചെസ്റ്റ് ലൈൻ നമ്മൾ ലൂസാക്കി ആഡ് ചെയ്തിട്ട് ഫസ്റ്റിൽ കൊടുത്തിട്ടില്ലേ അങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കുക ചെയ്യണുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ അത് കർവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിലായിരിക്കും ആം ഹോൾ വരയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും നെക്ക് ഇപ്പോൾ കട്ട് ചെയ്തിട്ടില്ല. നെക്ക് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തേക്കാം. 2 ഇഞ്ചാണ് നെക്ക് വിട്ട് കേട്ടോ. ആ 2 ഇഞ്ചിന് ഞാൻ ഒരു പോയിന്റ് കുറച്ച് കൊടുക്കുന്നുള്ളേ. ഇത്രയും കറക്റ്റ് 2-ന് 1 പോയിന്റ് കുറവ്. അത്രയാണ് നെക്ക് വിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുവാണേ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളോർക്കത് ഷേപ്പ്ലെസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഷേപ്പ്ലെസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തുണി ആയതുകൊണ്ട് ഇതിപ്പോഴും മാറിപ്പോകും മടക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്നുള്ള ചെറിയൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണല്ലോ ലൈനിങ്. ഇത് ഞാൻ അടിഭാഗം കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കും. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതായത് ഇതിൻ്റെ നല്ല വശത്തേക്കല്ല ചീത്ത വശത്തേക്ക് കേട്ടോ. അകം വശത്തേക്കാണ് ഈ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഇങ്ങനത്തെ ഷീറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഒരു ഗമ്മാണ് കേട്ടോ. ഞാനിതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കും.
കുറച്ച് സമയമൊക്കെ എടുക്കും, ഒത്തിരി സമയം എടുക്കില്ല, എന്നാലും കുറച്ച് സമയം എടുക്കും. ഇങ്ങനെ അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കും. അതിന് ശേഷം ഇത് നയം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഒട്ടിയിരുന്നോളും. ഇത് കണ്ടോ, ഇത് പൊട്ടിയിട്ടോ, ഒട്ടിയിരിക്കുന്നുണ്ടേ, കണ്ടോ, ഇതിങ്ങനെ ഇട്ടാലും ഇനി പോകത്തില്ല, ഇതിവിടെ അങ്ങ് ഒട്ടിയിരുന്നോളും. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ മെയിൻ ക്ലോത്ത് ലൈനിങ്ങുമായിട്ട് ഇങ്ങനെ ചേർന്നങ്ങ് ഇരുന്നോളും. വേറെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ, ഇങ്ങനെ അങ്ങ് ചേർന്നിരുന്നോളും. ആ രീതിയിൽ ഫുള്ള് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡിലും കൂടെ. അതിന് ശേഷം നമുക്കിത് വെട്ടിയെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഭംഗിയായിട്ട് നമ്മൾ വെട്ടിയെടുത്ത് ലൈനിങ്ങും അതുപോലെ മെയിൻ ക്ലോത്തും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്ക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. രണ്ടും കിട്ടിയിട്ടുണ്ട്. യോക്ക് പാർട്ടിൽ ഫ്രണ്ടും ബാക്കും നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തു, ലൈനിങ്ങും അറ്റാച്ച് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് ഷോൾഡറൊക്കെ ചെറുതായിട്ട് ഇച്ചിരി വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഫിനിഷ് ചെയ്ത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ആ ഭാഗം, അതായത് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നതും ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ.